ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ എടുത്തതിന്റെ ഞെട്ടലാണ് വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ ചെമ്പകമൂലയും സമീപ പ്രദേശങ്ങളും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തോട്ടം തൊഴിലാളിയായ രാജു കൊല്ലപ്പെട്ടത്. നാട്ടിലിറങ്ങിയ ഒറ്റയാനെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ചെമ്പകമൂലയിൽ നിന്നും എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുനെല്ലി പഞ്ചായത്തിലെ ചെമ്പകമൂലയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഒറ്റയാന ഇറങ്ങി. ഇവിടെ നിന്ന് തൊട്ടടുത്ത സ്ഥലത്ത് വെച്ചാണ് ഈ രാജു ആനയുടെ മുന്നിൽ പെടുന്നതും ആന അദ്ദേഹത്തെ ആക്രമിക്കുന്നതും പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതും. ഈ ഭാഗത്തൊക്കെ കാട്ടാന ഭീതിയുണ്ട്. ഈ പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മളോടൊപ്പമുള്ളത്. ഇവരും അന്ന് ആനയെ കണ്ടതാണ്. നിങ്ങളുടെ മുന്നിൽ കൂടിയാണോ പോയത്? ഞങ്ങളുടെ മുന്നിൽ കൂടിയാണ്. ഞങ്ങൾ 10-25 തൊഴിലാളികൾ ഇവിടെ വന്ന് കയർമാറ്റി വിരിക്കുമ്പോൾ മുറിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് പടക്കം പൊട്ടുന്ന ഒച്ച ഇങ്ങനെ കേട്ട് വരുവാണ്, അടുത്തടുത്ത് വരുവാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കയർമാറ്റി മുറിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് ആന ആ തോട്ടത്തിൽ കൂടെ ഓടി ഇങ്ങോട്ട് വന്നു. അപ്പം കുറേ ആൾക്കാർ ഈ വീട്ടിലേക്ക് ഓടിക്കയറി, കുറേ ആൾക്കാർ ഇപ്പുറത്തെ വാതിലിൽ കൂടി ഓടിക്കയറി. അപ്പം നോക്കുമ്പോൾ ആന ഇതിലേ പോയിട്ട് ഇത് ഈ താത്താൻ്റെ വീടിൻ്റെ പറമ്പിൻ്റെ ആ വാഴേൻ്റെ അവിടെ ചെന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നോക്കുവാണ്, ഞങ്ങൾ കാറുവാണ്, ഇത് എങ്ങോട്ടാണ് പോകുകയെന്നറിയില്ല. ഇതിലെ ചെറിയ കുട്ടികളും. അപ്പോൾ കുറച്ച് മുന്നെയാണ് ഒരു 3-4 കുട്ടികൾ ഇതിലേ നടന്നു പോയത് ഈ റോട്ടിൽ കൂടി. അപ്പം ഞങ്ങൾ പറയാണ്, ദൈവമേ ആന ഇവിടെ എത്തിന്ന്. താഴോട്ട് പോയാൽ ഞങ്ങളെ വീട് കോളനികളാണ്. പകൽ സമയത്ത് 9:30 സമയത്താണത്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി കൂക്കിയപ്പോൾ ആന അതേ സ്പീഡിൽ തിരിഞ്ഞിട്ട് ഈ തോട്ടത്തിൽ കൂടി പോയി. എൻ്റെ അമ്മ നല്ല ജീവൻ തകച്ചും പോയി. അത് നടുവും കാലൊന്നും വയ്യാണ്ട് എങ്ങനെ ഓടി പെരക്കാത്തോട്ട് എത്തിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഈ 2 വീടുകൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ജനങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ വീടുകളുടെ മുറ്റത്ത് കൂടിയാണ് ആന പോയത്. ഇവിടെയൊക്കെ ആനയുടെ കാൽപ്പാടുകൾ ഇപ്പോഴും ഉണ്ട്. ഈ ചെമ്പരത്തി വേലി കടന്ന് ഈ പറമ്പിൽ കൂടെ പോയാണ് ആന. ഇവിടുത്തെ ആളുകളൊക്കെ പേടിച്ച് സമീപത്തെ വീടുകളിലൊക്കെ കയറുകയായിരുന്നു. ഇവിടുന്ന് പോയ ആനയാണ് പുളിമൂട് മിച്ചഭൂമിയിൽ വെച്ച് രാജുവിനെ കൊലപ്പെടുത്തിയത്. പുളിമൂട് കുന്നിലെ മിച്ചഭൂമിയാണ്. ഇവിടെ മേലെയൊക്കെ വീടുകളുണ്ട്. ഈ വഴിക്കാണ് ആന വന്നതെന്ന് പറയുന്നത്. ഇതിലാണ് കയറി വന്നത്. നമ്മൾ എല്ലാ പണിക്ക് പോയി. ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. ഒരു കുട്ടിയെ അമ്മയെ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ജനങ്ങളുണ്ട്. അപ്പോൾ ഈ വീട്ടിലത്തെ തൊട്ട് ചക്കം പിടിച്ച് പറയുന്ന ചേച്ചി മാറിക്കോ, അകത്ത് കയറിക്കോ, ആന വരുന്നു. ആന കയറി ഓടി ഇതിലെ. പക്ഷെ ഒരു കുട്ടി അമ്മയ്ക്ക് എവിടെ ഓടി എത്താൻ കഴിയുന്നില്ലല്ലോ. രാത്രി ആയാലും ഇരുടാ നമുക്ക്. ഒരു വട്ടയില്ല, വെളിച്ചമില്ലാത്ത സ്ഥിതിയാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. കറണ്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഉള്ള സ്ഥിതിയിലാണ് നമ്മൾ ഇപ്പം. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഒരു ആൾക്കാരനെ ശല്യത്തിനില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം. ഇപ്പോഴാണ് വന്നത്. ഇവിടെ ഒരു അംഗൻവാടിയൊക്കെ ഈ മേലോട്ട് പോകണം. ഞങ്ങൾ അങ്ങോട്ടപ്പോൾ പോകുന്നത് ഇത് കുറ്റി കൊത്താൻ. അവിടെ ഒരു ദിവസം ആന വരുന്ന കാണാം. ഈ വീടും ഇത് ഞങ്ങളുടെ വീടാണ്. ഇതിലേ കൂടെയാണ് ആന ഇറങ്ങി റോട്ടിൽ ഇറങ്ങിയിട്ട് ഈ താഴെ ഇവിടെ വന്ന് ചക്ക പറയും. ദിവസം രാവിലെ പാല് കൊടുക്കാനോ കുട്ടികൾ മദ്രസയിലൊക്കെ എന്ത് ധൈര്യത്തിലാണ് പോകുന്നത്? ധൈര്യം നോക്കി പോവുക. കണ്ടുപോയെങ്കിൽ പോയി. ഞാൻ മുറ്റത്ത് നിൽക്കായിരുന്നു. എൻ്റെ കാലൊക്കെ ഇപ്പോഴും വേദന മാറിയിട്ടില്ല. ഫോറസ്റ്റുകാർ ആരും പുറത്തിറങ്ങരുത്, പിന്നെ എല്ലാവരും ഉള്ളിലിരിക്കണം, എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റുകാർ അനൗൺസ്മെന്റ് ചെയ്ത് അവിടെയല്ലേ. അപ്പോൾ കൂക്കലും ആനയും കൂടെ ഒന്നിച്ചിട്ടാണ് വന്നത്. ഫോറസ്റ്റുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ ഒപ്പം. ഈ ആളെ ജീവൻ നഷ്ടപ്പെട്ടത് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങൾ ഉച്ചയായി അറിയുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട് ഇങ്ങനെ ആശുപത്രി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആംബുലൻസിന്റെ പോലെ ഞങ്ങൾ അവിടെ താഴെ ഇരുന്ന് നിൽക്കുമ്പോൾ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ആർക്കും എന്തോ സംഭവിച്ചു തോന്നുന്നു, ആംബുലൻസിന്റെ ഒച്ചയാണ്. അപ്പം ഇവര് ഫോറസ്റ്റുകാരെ വണ്ടി തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. നിങ്ങളിപ്പോൾ ഈ തൊഴിലുറപ്പിനൊക്കെ ഓരോ തോട്ടങ്ങളിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ വന്യമൃഗങ്ങളെ ഒരു പേടിയുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് കാട്ടിലൊക്കെയാണ് അധികം പണിയൊക്കെ തരുന്നത്. ഇനിയിപ്പോൾ ഈ പണിയൊക്കെ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ഈ കുറ്റി വെട്ടാൻ വേണ്ടി കാട്ടു പോകാനാണ് പറഞ്ഞത്. ഇനി ഞങ്ങൾ എന്ത് തരത്തിൽ കാട്ടിൽ പോകും? നാട്ടിലേ നിൽക്കാൻ പറ്റുന്നില്ല. ഇതിലേക്ക് ആന വരുമല്ലേ, പിന്നെ എങ്ങനെ കാട്ടിൽ പോകും? എന്തായാലും ഈ പ്രദേശത്ത് ചെമ്പകമൂല, വെള്ളാഞ്ചേരി, പുളിമൂട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തിരുനെല്ലി പഞ്ചായത്തിലെ വനത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന വലിയ ജനവാസ മേഖലകളാണ്. അടുത്തടുത്ത് വീടാണ്. അവിടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയെടുക്കാൻ പോലും ഭയമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒറ്റയാൻ ഇറങ്ങിയ ഒരു ജീവൻ എടുത്തത്. ഇനിയും അത്തരം സ്ഥലങ്ങളിൽ ജോലിയെടുക്കണമെങ്കിൽ ഭയമാകുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.